AR 188 ഓ പോയി. ഇത് കാണും, ഇത് കാണും ഉറപ്പാ. ഓ അതും പോയി. ഐശ്വര്യൊക്കെ ഉള്ളവരൊക്കെ അടുത്ത് വന്ന് ഇരുന്നാലും ഒന്നും കിട്ടത്തില്ല. ഓ 500 കിട്ടി. 500. അവസാനത്തെ ഇതിനകത്ത് കാണും. 1ാം സമ്മാനം ഒന്നും വേണ്ട, 2 കിട്ടിയാൽ മതിയായിരുന്നു. ഒരു രക്ഷയില്ലല്ലേ അല്ലയോ? ഒരു രക്ഷയില്ല. അതെ, അവസാനത്തെ 2 നമ്പറിനൊക്കെയാ ചീറ്റി പോകുന്നത്. സത്യം പറഞ്ഞാലേ ഇതെന്ത്, പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കൊരു 500 അടിച്ച് മുതലൂടൊക്കെ കിട്ടി, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. കണ്ട് ഇതിന് 500 കിട്ടി. ബാക്കി ടിക്കറ്റ് എടുക്കാമല്ലോ. എടുക്കാം. അലി നീ ലോട്ടറി എടുക്കാം. ലോട്ടറി എടുക്കും, പക്ഷെ ഞാൻ നോക്കാറില്ല. അയ്യോ അതെന്താ? അതെ, ഈ ലോട്ടറി എടുക്കുന്നത് അറിഞ്ഞ് ഞാൻ മണി കലിപ്പ. എന്ത് കലിപ്പെന്തിന്? അവൾക്ക് ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. പിന്നെ ഞാൻ എടുത്തുന്നും കൂടെ കേട്ട് കഴിഞ്ഞാ പിന്നെ ഇവിടെ അടിനാശമാ, ഒന്നും പറയണ്ട. അല്ല, അളിയന് പണ്ട് ഇത് എടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. എനിക്കറിയാം, ഞാനല്ലയോ അത് തുടങ്ങി വെച്ചത്. അളിയനെ പഠിപ്പിച്ചത്. പക്ഷെ അത് ഇവൾക്ക് ഇഷ്ടമല്ല, അതിലെ പ്രശ്നം. പിന്നെ അവള് പറയണതേ മണിക്കൂട്ടൻ ലോട്ടറിയുടെ ആളാന്നാ പറയുന്നത്. പിന്നെ മണിക്കൂട്ടൻ ലോട്ടറി പ്രാന്തെന്നാ പറയുന്നത്. പ്രാന്ത് അവിടെ അച്ഛന്. അതെ, എനിക്ക് ഈ ലോട്ടറി എന്ന് പറഞ്ഞ ഒരു വികാരമല്ല. ഈ ലോട്ടറി വാങ്ങിക്കുന്നതും അത് നമ്പറുമായിട്ട് ഒത്തുനോക്കുന്നതും എന്തിനാ കൂടുതൽ എൻ്റെ ഒരു കൂട്ടുകാരന് അടിച്ചാൽ പോലും എനിക്ക് ഒരു വികാരമാണ്. അതാ അവൾ അങ്ങനെ പറഞ്ഞത്. പിന്നെ അതെ, വല്ല ഇരിപ്പുണ്ടോ ലോട്ടറി? ലോട്ടറി ഉണ്ട്, ഞാൻ നോക്കിക്കോളാം. എടുക്ക്, ഞാൻ നോക്കിത്തരാം. ഇപ്പൊ നോക്കിത്തരാം. അവള് കണ്ടുകൊണ്ടുവന്ന പ്രശ്നമാവും. അവളൊന്നും കാണത്തില്ല. ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ അളിയന്റെ ആണെന്ന് പറഞ്ഞോളാം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. എവിടെ വരുന്നു? ആര്? ഇത് മാമന്റെ. മാമന്റെ അച്ഛൻ ലോട്ടറി എടുത്തല്ലേ? ഞാനല്ല. മാമൻ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു ലോട്ടറി ഒന്നും എടുക്കരുതെന്ന്. ഞങ്ങൾക്ക് ആർക്കും ആ ലോട്ടറി ശീലമൊന്നും ഇല്ല. ഇല്ല മക്കളെ, മാമൻ എന്താ കണ്ടോ ഒരു കെട്ട് ലോട്ടറി ഇതാ നോക്ക്. മാമൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കെട്ട് ലോട്ടറി എന്റെ അടി, എന്റെ ലോട്ടറിയാ. അതെ, മാമന് ഈ ലോട്ടറി എടുക്കണ ആക്രാന്തം ഇല്ല, ആക്രാന്തം. അതുപോലെ അച്ഛനും ഉണ്ടായിരുന്നു ഒരു ഇടയ്ക്ക് വെച്ച്. ഫുൾ ടൈം ഇത് തന്നെ. ലോട്ടറി എടുക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴോ? ഇപ്പൊ എടുക്കൂല. എടുക്കത്തില്ലല്ലേ? അയ്യോടാ, എടുക്കത്തില്ല. ഇല്ലെന്ന് ചുമ്മാതെ ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചും പാത്തൊക്കെ എടുക്കുന്നുണ്ടോ? കാണുമായിരിക്കും. കള്ളനില്ലയോ? അമ്മയുടെ അതേ സ്വഭാവം തന്നെ. സംശയം. ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞില്ലേ മക്കളെ. മണിക്കൂട്ടം ഇങ്ങനെ ലോട്ടറി എടുത്ത് കാശൊന്നും കളയരുത്. അടിച്ചാ 500 അടിച്ചത്. 500 അടിച്ചാ? എന്താ മേടിച്ചു എനിക്ക്? എന്താ മേടിച്ചു? നിനക്ക് 2000 രൂപയുടെ ചുരിദാർ. 500 രൂപ അടിച്ചു. 500 രൂപ അടിച്ചതിന് 500 രൂപ അടിച്ചാൽ അതിനകത്ത് കമ്മീഷൻ അടിക്കാൻ നോക്കും. ഒരു പപ്സിന് മേടിച്ചു തരാൻ എത്ര കാശാണ്? പപ്സ് 1-2 വാങ്ങിച്ചു തരാം. മേടിച്ചു തരും. അന്നല്ലേ കാണും. നല്ല വിശപ്പ്, ഞാൻ പോയി വല്ലതും കഴിക്കട്ടെ. ചെല്ലിയല്ലേ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. മക്കളെ ഇല്ല. ചെല്ലുമോ? പോയി. അതെ, ഞാൻ ഓഫീസിൽ പോകുമ്പോൾ നോക്കിക്കോളാം. അല്ല, നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നോക്കി പറയാനില്ല. അല്ല, അവള് കണ്ടുപിടിച്ചാ അതാ മണിയുടെ അല്ലേ? ആരുടെ സാധനമാണ്? പാളിയന്റെ അല്ലേ? അല്ല, ഇങ്ങനെയുള്ള ഈ കുഴുത്തിനുമ്പോഴൊക്കെ അവള് മണത്തറിയും. പിന്നെ എനിക്ക് ഇവരെ മുഖത്ത് കള്ളം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ?
എന്തോ അതല്ലേ മണിയുടെ മുമ്പിൽ ഞാൻ പെട്ടുപോണത്. അവളിങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുനിഞ്ഞെന്നങ്ങ് പറയും. പക്ഷെ പിന്നെ ഇങ്ങോട്ട് നോക്ക്, അളിയൻ അല്ലെങ്കിൽ ഒരു കള്ളലക്ഷണം ഉണ്ട്, അതായി കുഴപ്പം. പിന്നെ നമ്മൾ ഫ്രാങ്കായിട്ട് ഒന്നും അറിയാൻ വയ്യാത്ത പോലെ അങ്ങ് സംസാരിച്ചാൽ. പക്ഷെ ഓഫീസിലെ എല്ലാരും പറയണത് ഞാൻ നിഷ്കളങ്കനാണ്, പറയുമ്പം വെട്ടി തുറന്ന് പറയും, സാറിന്റെ മുഖത്ത് കള്ളമേ ഇല്ലെന്നാണ്. അത് അളിയൻ നിഷ്കളങ്കന ഉറങ്ങുമ്പോഴേ. ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണു ഞാൻ. അങ്ങനെയെല്ലാം ചിന്തിച്ചോണ്ടിരിക്കുന്നു. എന്തോന്നും മണി ഇത് എക്സ്പ്രഷൻ കണ്ടപ്പോ തോന്നി. അങ്ങനെയൊക്കെ തോന്നും. എന്നും ആലോചിച്ചിരുന്നേ. ഒന്നുമില്ല വേറെ. പിന്നെ അതെ, ഞാൻ സ്റ്റെല്ല ചേച്ചിയുടെ വീട്ടിൽ പോണു. ഒരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ്? ഞങ്ങൾ ലേഡീസ് അസോസിയേഷൻ കാര്യമായിട്ടൊരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? സമ്മർ വെക്കേഷൻ അല്ലേ? ടൂറൊന്നുമല്ല. സമ്മർ വെക്കേഷന് പിള്ളേരെല്ലാം വീട്ടിൽ ഇരുന്നിട്ടേ അച്ഛനമ്മമാർക്ക് സമാധാനം കൊടുക്കണില്ല. തലവേദന എല്ലാം കൂടി വീട്ടിൽ ഇരിക്കുമ്പോഴേ ഫുൾ ടൈം മൊബൈലും പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഒരാഴ്ചത്തെ ഒരു സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കാന്ന് വിചാരിച്ചു. അതെന്ന് വെച്ചാ ഓരോ ദിവസം ഓരോ മേഖലയിലുള്ള പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ വന്ന് പിള്ളേരായിട്ട് ഇന്ററാക്ഷൻ. അപ്പൊ അവർക്ക് ഭാവിയിൽ ഏത് തൊഴിൽ മേഖലയിലേക്ക് പോകണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശ ധാരണയൊക്കെ ഉണ്ടാവും. നീയാണോ എന്റെ ഹെഡ്? ഞാൻ ഹെഡൊന്നും അല്ല, നമ്മളെല്ലാരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച അസോസിയേഷന്റെ പ്രസിഡന്റ് വായാടി തള്ളയൊക്കെ ഉണ്ടോ? എല്ലാ തള്ളമാരും ഉണ്ട്. അതെ, നമ്മളെ പറ്റി ഇതേപോലെയൊക്കെ തന്നെയായിരിക്കും പറയുന്നത്. പരദൂഷണത്തിന്റെ ആളെ ഇവിടെ വന്ന് പറഞ്ഞല്ലേ, അത് പോട്ട്. പിന്നെ ഇത് പരദൂഷണമല്ല, നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നല്ലത് ചിന്തിക്കും. ആളുകളുടെ പ്രശ്നം ഇതാണ്, സ്ത്രീകൾ എന്ത് പറഞ്ഞാലും നിന്നെയല്ല പറഞ്ഞത്, അവരുടെ കാര്യം. അവരുടെ കാര്യമാണ് ഇങ്ങനെ പറയുന്നത്. മോശമല്ലേ? ഞാൻ ഇപ്പൊ പറഞ്ഞില്ലല്ലോ. എന്താണ് പരിപാടി? ക്യാമ്പ് നടത്താൻ പോകുന്നു. ക്യാമ്പ് നടത്താൻ പോകുന്നു. അപ്പൊ അതിന്റെ അത് കൊച്ചു പിള്ളേർക്കാണ്. 4 വയസ്സ് മുതൽ 15 വയസ്സുള്ള പിള്ളേർക്കാണ്. നമ്മൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഇവർക്ക് ഒഫീഷ്യലി പങ്കെടുക്കാൻ പറ്റൂല, പക്ഷെ അവിടെ വോളണ്ടിയേഴ്സിന് ആവശ്യമുണ്ട്. കാരണം മൂത്തവളെയും കൊണ്ട് നിർത്തും. കാരണം കൊച്ചു പിള്ളേരല്ലേ. അപ്പൊ അവിടെ വന്ന് നമ്മൾ നടത്തിക്കുന്ന ആൾക്കാർക്ക് കൈസഹായമായിട്ട് ഇവരൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിള്ളേരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, അറേഞ്ച് ചെയ്ത് ഇരുത്താനും ഒന്ന് എന്റർടൈൻ ചെയ്യിപ്പിക്കാനും ഒക്കെ വേണമല്ലോ. ഇവിടെയും ശല്യം കുറയല്ലോ. അതെ, എക്സാക്ട്ലി അത് തന്നെയാണ് എന്റെ പോയിന്റ്. അപ്പൊ ഞാൻ എന്തായാലും അവിടെ പോയി ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനാക്കിയിട്ടേ വരുള്ളൂ. നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താം. അല്ല, ഞാൻ പോണതിന് മുന്നേ കാര്യം ചോദിക്കട്ടെ, ഒന്ന് ആലോചിച്ചിട്ടുണ്ടെന്ന്. ഒന്നുമില്ല മണി, ഓഫീസിലെ കാര്യങ്ങൾ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓഫീസിലെ കാര്യം ഇവിടെ വന്നിരുന്ന് ആലോചിക്കരുതെന്ന്. അത് വിട്. അതിന് പകരമായിട്ട് വീട്ടിലെ കാര്യം ഓഫീസിൽ ഇരുന്ന് ആലോചിക്കോ? പിന്നെ ഓഫീസിൽ ഞാൻ നിന്റെ കാര്യമല്ല ഞാൻ ആലോചിക്കും. അതാണ് പ്രശ്നം. ഓഫീസിൽ ഇരുന്ന് ഓഫീസിലെ കാര്യം ചെയ്താൽ വീട്ടിലെ കാര്യം ആലോചിച്ചു, വീട്ടിൽ ഇരുന്ന് ഓഫീസ്. നിങ്ങളുടെ പ്രശ്നം ഇതാണ്. എന്തൊക്കെ ആലോചനയാണെങ്കിൽ ഓഫീസിലെ കാര്യം കൃത്യമായിട്ട് ഞാൻ നടത്തുന്നുണ്ട്. അതിലൊന്നും ഒരു സംശയം വേണ്ട. അതപ്പൊ അവിടെ ഇരുന്ന് ചെയ്ത് തീർത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, കേട്ടല്ലോ. സമയമായില്ല, ഇനിയുണ്ട്. ചായ ഇട്ടതുണ്ടോ? ഇല്ല. വേണ്ട. പിന്നെ എവിടെ രണ്ടെണ്ണം? അവിടെ ഉണ്ട്. ഇപ്പോഴെങ്ങാനും കയറി വരുമോ? സ്റ്റെല്ലയുടെ വീട്ടിൽ പോയെന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇതുവഴി വരൂലല്ലോ, ഇതല്ലേ ഇങ്ങനെ വരൂ. അങ്ങനെ വരികയാണെങ്കിൽ എനിക്ക് കാണാമല്ലോ. പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലേ? ഏത് കാലത്ത് നന്നാവാൻ പോണു നിങ്ങള്? മണി, ഞാനേ ഒരു ലോട്ടറി. എന്തോ? അത് ഞങ്ങക്ക് കണ്ടിട്ട് മനസ്സിലല്ലോ. ഒന്നാണ് ഒരു ലോട്ടറി. വല്ലപ്പോഴും മാത്രം എടുക്കുന്നത്. വല്ലപ്പോഴും പൈസ കളയാനായിട്ടാണ് അച്ഛൻ ഈ കാണിക്കുന്നത്. മാസത്തിലൊന്നൊക്കെയാണ് ഞാൻ എടുക്കുന്നത്. മാസത്തിലൊന്ന്. ഈ മാസം 1 എടുക്കും, അടുത്ത മാസം 2 എടുക്കും. അപ്പൊ അങ്ങനെ കൂടി കൊടുക്കും. ഒരു വർഷമാകുമ്പോ എത്രയായി ഈ ലോട്ടറിക്ക് വേണ്ടി കളയുന്നത്? അങ്ങനെ അധികം കളയിലൊന്ന് കൂടി പോയ ഒരു 124, 48, ഒരു 450 രൂപ ഒരു വർഷം, അത്രേ പോവുള്ളൂ. മറ്റേ അപ്പുറത്തെ വിഷു ബമ്പർ വരും, ഓണം ബമ്പർ വരും, അതൊന്നും എടുക്കൂല. മിണ്ടിപ്പോരുത്. എനിക്ക് അറിഞ്ഞൂടെ നിങ്ങൾ എത്ര വർഷം ഞാൻ കാണാൻ തുടങ്ങിയത്. എന്താണ് ഇതിൽ കിട്ടുന്ന സന്തോഷം? ലോട്ടറി അടിച്ചാലേ നമ്മുടെ കടമൊക്കെ തീരുമല്ലോ. രവിയേട്ടന്റെ എത്തിക്സിനെതിരല്ലേ?
സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള പോളിസിയുള്ള മനുഷ്യനല്ലേ. അത് ഈ കാര്യത്തിൽ മാത്രം എന്ത് വീക്ക്നെസ് ആയി പോന്നെ? ചിലപ്പോ കാണുമ്പോ ഒന്ന് എടുത്ത് പോണേന്ന് മണി, അല്ലാതെ അങ്ങനെ ഞാൻ എടുക്കൂല. എന്തിനച്ചാ ഈ ഒരു വർഷം കൊണ്ട് എടുത്തിട്ട് അച്ഛൻ എന്തെങ്കിലും നേട്ടമുണ്ടോ? വല്ലപ്പോ ഒരിക്കലും 50 രൂപ അടിക്കും, അല്ലെങ്കിൽ 100 രൂപ അടിക്കും, മാക്സിമം പോയിട്ട് 500 രൂപ അടിക്കും. ആ കിട്ടുന്ന പൈസ മൊത്തം ലോട്ടറിയിൽ എടുക്കണേ. മണിക്കുട്ടൻ ചേട്ടന്റെ അവസ്ഥ തന്നെ അറിയാലോ, എത്ര രൂപയാണ് നശിപ്പിച്ച് കളയുന്നത്. അതുപോലെ ഞാൻ എടുക്കൂല. അയ്യോ ഇല്ല, അതുപോലെ ഒന്നും എടുക്കൂല. ഇപ്പൊ അതിനേക്കാൾ അപ്പുറം ആയിക്കൊണ്ടിരിക്കുക അച്ഛൻ. ഇല്ല മോളെ, അച്ഛൻ എല്ലാ കാര്യത്തിനും ഇങ്ങനെ എച്ചിത്തരം കാണിച്ചിട്ട് ഇതിന് മാത്രം എന്താ ഒരു ഇതും ഇല്ലാതെ ഇത് മനുഷ്യന് മാരകമായ അഡിക്ഷൻസിൽ ഒന്ന് തന്നെയാണ്. കള്ളുകുടിയും സിഗരറ്റ് വലിക്കുകയും ഒക്കെ അഡിക്ഷനാണ്. അതൊരു ഹരമായി മാറി. അതെ, അച്ഛൻ ഇപ്പൊ കള്ളത്തരം നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അച്ഛൻ ഈ ലോട്ടറി എടുത്തോണ്ടിരിക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ എന്നിട്ട് ഒന്ന് ചോദിച്ചു എന്താണ് പരിപാടി, ലോട്ടറി എടുത്തല്ലേന്ന്. അപ്പൊ അയ്യോ ഞാൻ എടുത്തില്ല മോളെ, കൂടെ സപ്പോർട്ടിനാര് നമ്മുടെ ലോട്ടറി നോക്കിക്കൊണ്ടിരുന്നപ്പോ മണിക്കുട്ടന്റെ ലോട്ടറി മണിക്കുട്ടൻ എന്ത് കാണിക്കാം? മണിക്കുട്ടനെ കാശ് ഒരു ആവശ്യം ഇല്ലാത്ത അറിയാലോ, ഇഷ്ടം പോലെ സ്വത്തുണ്ട്, കയ്യില് ചെലവാക്കാനോ അല്ലെങ്കിൽ ചേട്ടന് എന്താ പറയാ ദൂർത്തടിക്കാനുള്ള പൈസക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹരം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. രവിയേട്ടന്റെ അവസ്ഥ അതല്ല. ഒരുപാടൊന്നും സ്വത്തൊന്നും ഇല്ല, അന്നുള്ള മാസം ശമ്പളം കൊണ്ട് ജീവിക്കുന്നതാണ്. അതിന് ഈ പൈസ കൂടെ വന്നു കഴിഞ്ഞാൽ പാഴ്ചെലവ് നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ടല്ലോ. എല്ലാം അച്ഛന് ഭയങ്കര പ്രശ്നമാണ്. അച്ഛൻ പറയും നിങ്ങൾ ആരും അധിക ചെലവൊന്നും ഉണ്ടാക്കരുത്, നമ്മൾ കഷ്ടിച്ചാണ് ജീവിക്കുന്നത്, എന്റെ ഒരു ശമ്പളം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്യും. എന്നാൽ അച്ഛൻ ഈ പരിപാടികളെല്ലാം പറയുന്ന കാര്യം പ്രവർത്തിച്ച് കാണിക്കണം. അത് മക്കളെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ കണ്ടപ്പോ എടുത്ത് അങ്ങനെ അഥവാ ലോട്ടറി അടിക്കുകയാണെങ്കിൽ ഇനി നിങ്ങളുടെയൊക്കെ കട്ടയും വരുമ്പോഴത്തേക്ക് ഞങ്ങളെയൊക്കെ കെട്ടിച്ചു വിടാനായിരുന്നു. അതെ, അത് ഓർത്തപ്പോഴാണ് ഞാൻ ഒരു ലോട്ടറി എടുത്തത്. എന്റെ പൊന്നച്ഛ, ഈ ലോട്ടറി എടുത്ത കാശ് പറക്കി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ കെട്ടിച്ചുവിടായിരുന്നു. സത്യം രവിയേട്ടാ, എന്തായാലും ലോട്ടറി അടിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് എന്റെ പെമ്മകളെ കെട്ടിച്ചുവിടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഞൊടിയിടയിൽ എളുപ്പത്തിൽ പൈസക്കാരനാവുന്നുള്ള ചിന്ത ഉണ്ടല്ലോ, അതുകൊണ്ട് ആരും നന്നായിട്ടില്ല. ഞാൻ ഇനി പറയുന്നില്ല കൂടുതൽ. ഈ ലോട്ടറി പരിപാടി നിർത്തിക്കോ. ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ ലോട്ടറി ഉണ്ടാക്കിയിട്ടാണോ? ഇനി എടുക്കൂല മണി. ഇനി ഇത് തന്നെയാണ് എല്ലാരും പറഞ്ഞത്, കള്ളുടിയന്മാരെ നശിച്ചു പോകാൻ കണ്ടിട്ടില്ലേ? എത്ര കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് ഈ ലോട്ടറി പരിപാടി കാരണം. നന്നായിട്ട് ജീവിക്കേണ്ട ആൾക്കാർ പൈസ കൊണ്ട് കടക്കാരന്മാർക്ക് കൊടുക്കും. നിങ്ങൾക്ക് പൈസ ഒരുപാട് കിടക്കണമെങ്കിൽ നിങ്ങൾ എനിക്ക് താ, ഞാൻ വേറെ എല്ലാം ചെയ്തുതരാം. എന്തൊക്കെ സാധനം ചെയ്യാം? 550 രൂപയുണ്ട്. എന്തോ മണി കുറെ നേരം ഇത്ര ചൂടാവാൻ ഒരു ലോട്ടറി എടുത്ത് അതിന് എന്തോ എല്ലാരും കൂടെ വന്നിട്ട് രാവിലെ മുതൽ എന്നെ കുടുംബം നശിക്കുന്ന പരിപാടിയാണ്. ഈ പരിപാടിക്ക് ഞാൻ കൂട്ട് നിൽക്കൂല, ഞാൻ സമ്മതിച്ച് തരൂല. പറഞ്ഞു തന്നെ വേണ്ട. അടിച്ചാലോന്ന് വിചാരിച്ചു ഒരു ലോട്ടറി എടുത്തതിനാണ് ഇത്ര മണി. അങ്ങനത്തെ വേണ്ടിട്ടല്ല പറഞ്ഞത്, ഈ അനാവശ്യമായിട്ട് പൈസ പോവാതിരിക്കാനാ അമ്മ ഇത്രയും കിടന്ന് പറഞ്ഞു. അച്ഛൻ ഇപ്പൊ അത് ആദ്യമായിട്ടാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് അച്ഛൻ എല്ലാ മാസം എടുക്കല്ലേ? ഞാൻ വല്ലപ്പോഴാണ് ഒരു ലോട്ടറി വല്ലപ്പോഴും മഴ പെയ്യുമ്പോ മഴ പെയ്യുന്നു. പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത് ഇവിടെ എടുത്തു വെച്ചോണ്ടിരുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തു. നീ മാമന്റെ കൂടെ നോക്കിയ കാര്യം അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ദേഷ്യം വന്നത്. ഞാൻ കാര്യം പറയാം മക്കളെ, വല്ലപ്പോഴും അച്ഛൻ ഒരു ലോട്ടറി എടുക്കും, അല്ല എടുക്കൂല. വല്ലപ്പോഴും നീ വല്ലപ്പോഴും ഒന്ന് മാറ്റി പിടിക്കാവൂ പ്ലീസ്. എപ്പോഴും എടുത്തിട്ട് വല്ലപ്പോഴും ഓ ശല്യമായി തീർന്നല്ലോ ലോട്ടറി എടുക്കുന്ന ഇത്ര വലിയ അപാകത. നമ്മള് ശല്യം അച്ഛനും നമ്മൾ ശല്യം. നിങ്ങൾ ശല്യം എന്നല്ല. കൊള്ളാം. അച്ഛൻ ഈ ലോട്ടറി പിടിച്ചോണ്ടിരുന്നോ കേട്ടോ. ഞങ്ങള് പോണം. ഇനിയിപ്പോ സംസാരിക്കാൻ നിൽക്കണ്ട. വേണ്ട. മക്കളെ ഇറങ്ങി മോളെ വേണ്ട. ദിവസം പോയി നോക്കിയ മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കാര്യത്തിൽ എന്തിനാ അമ്മ ഇങ്ങനെ ഇരിക്കുന്നേ? ഇത് മുഴുവൻ നോക്കണ്ട. എന്റെ അമ്മ രാവിലെ കാണിച്ചത് ഭയങ്കര നാടകമായിരുന്നേ. അമ്മക്ക് ഇച്ചിരി പത്രാസ് കൂടി വരുന്നുണ്ട്. എനിക്ക് ശരിക്കുള്ള പത്രാസ് ഉണ്ടായിരുന്നെങ്കിലേ ഞാനിവിടെ നിന്റെയൊക്കെ തള്ളയായിട്ട് അങ്ങനെ ബാഗായിട്ട് നിൽക്കൂലായിരുന്നു. ഞാൻ വേറെ പണി നോക്കി പോയനെ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ കുടുംബത്തിന് നല്ലതിന് വേണ്ടിയിട്ട് ഭാര്യ ഒരു കാര്യം സ്നേഹത്തോടെ പറയുമ്പോ അത് സ്നേഹത്തോടെ അനുസരിക്കുക എന്നുള്ളത് ഒരു ഭർത്താവിന്റെ കടമയാണോ അല്ലയോ? അതങ്ങനെ ചെയ്തില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ അമ്മ പറഞ്ഞു പറഞ്ഞേ? അച്ഛന് സ്നേഹമില്ലെന്നാ അമ്മയുടെ അടുത്ത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. നീ എഴുതപ്പുറം വായിക്കൊന്നും വേണ്ട. പക്ഷെ ഈ ചെയ്യുന്ന ശരിയല്ല. അമ്മ ഒന്ന് മുഖം നേരമായി അമ്മ, കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ. അതെ അതെ, നിന്നെ ഒന്ന് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഭംഗിയില്ല. അയ്യോ ആര് പിടിച്ചല്ല 75 ലക്ഷം ലോട്ടറി അടിച്ച് അളിയന് 75 ലക്ഷം രൂപ ലോട്ടറി അടിച്ച്. 75 ലക്ഷം ഒന്നും ആയിരിക്കില്ല, 75 രൂപയായിരിക്കും. ഓൾറെഡി 75 ലക്ഷം രൂപ. എന്റെ മാമ പറ്റിക്കല്ലേ? സത്യം ലോട്ടറി പ്രശ്നം ഇതുവരെ തീർന്നിട്ടില്ല. അങ്ങനല്ല, ഞാനിപ്പോ ചായ കുടിക്കാൻ വേണ്ടി ആ ജംഗ്ഷനിലെ ചായക്കട പോയായിരുന്നല്ലോ. അവിടെ വെച്ച് അളിയന്റെ നമ്പർ എനിക്കറിയായിരുന്നു, ടിക്കറ്റ് നമ്പർ. രാവിലെ നീ വന്നപ്പോ കണ്ടായിരുന്നല്ലോ, ഞങ്ങൾ അടുത്തടുത്ത് സംസാരിക്കുന്നത്. അപ്പോഴേ ഞാൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിരുന്ന. നമ്പർ നോക്കിയപ്പോ
75 ലക്ഷം രൂപ ഒന്നാം സമ്മാനം അളിയന്. മാമ എന്തിനാ കരയുന്നേ? അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി നമ്മുടെ ഏജന്റ് ഇല്ലയോ, ലോട്ടറി ഏജന്റ്, അവിടെ പോയി ഒന്ന് വെരിഫൈ ചെയ്ത് അപ്പോഴും അടിച്ച്. വരാൻ പറ. വീട്ടിനെ അക്ഷയ കേന്ദ്രത്തിൽ പോയിരിക്കുക, അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കൊറേ വഴക്കം പറഞ്ഞു. നീ പോണില്ല. അവിടെ റേഞ്ച് കാണൂലായിരിക്കും. നീ അച്ഛാ 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 ലോട്ടറി. അച്ഛാ ഹലോ, കട്ടായി പോയി. നിന്റെ അച്ഛനെ നീ വിളി, എന്റെ അച്ഛനെ ഞാൻ വിളിക്കട്ടെ. ഇതാ എടുക്കല്ലേ, ഇപ്പൊ വരുമായിരിക്കും അല്ലേ അച്ഛൻ? വരുമായിരിക്കും, വരുമ്പോ പറയാടി. ഞാനേ അച്ഛനെയും ചിന്നുനെയൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ. അത് ശ്രീകുട്ടിയും കൂടെ ഒന്ന് വിളിച്ചു. പെയിൻ ഗസ്റ്റ് ആയാലും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. ഹലോ, എടുക്കണില്ല, എടുത്തില്ലേ? റിങ് ചെയ്യണ ശബ്ദമല്ലോ. റിങ് എന്തെങ്കിലും. ഹലോ അച്ഛാ, അച്ഛോ അച്ഛന് കാര്യം അറിഞ്ഞോ? രവിയേട്ടനെ ലോട്ടറി അടിച്ച്. 100-50 രൂപ ഒന്നുമല്ല, 75 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. കട്ടായി പോയി. ഒന്നാമത് ഹാർട്ടിന് അസുഖമുള്ള അച്ഛന്. അച്ഛനെ പിന്നെ വിളിച്ചു പറയാം. ഞാൻ ചിന്നുവിനെ വിളിച്ചു പറയട്ടെ, അവർക്ക് ഭയങ്കര സന്തോഷവും. ഞാനും ആരെങ്കിലും വിളിച്ചു പറയുന്നത്. ഞാൻ പൈസ കിട്ടിയിട്ട് വേണം മാമൻ പറഞ്ഞ സ്ഥലം വാങ്ങിക്കാൻ. അത് 75 ലക്ഷത്തിന്. ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്. അതല്ല, ലോട്ടറി അടിച്ചത് രവിയേട്ടന് 75 ലക്ഷം രൂപ. നീ അമ്മയുടെ പോയി പറ ചെല്ലു ചെല്ലു. വാട്ടോ, എന്നിട്ട് വൈകുന്നേരം പറഞ്ഞേ. ലഡു ഒക്കെ വാങ്ങിച്ചില്ല. ലഡു ആക്കണത്തിന് ബിരിയാണി എന്ത് വേണമെങ്കിലും ആക്കാലോ. പപ്സെങ്കിൽ പപ്സ്. ശരി ശരി, വാ വാ. ശരി, 75 ലക്ഷം രൂപയ്ക്ക് എത്ര ലക്ഷം പപ്സ് വാങ്ങിക്കാമെന്നറിയോ? ഞാൻ മരിക്കും. അതെ പെങ്ങളെ, അത് ഞാൻ നേരത്തെ ഒരു 20 സെന്റ് കാര്യം പറഞ്ഞില്ലായിരുന്നു? ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്, ഇങ്ങനെ റോഡ്. അത് ഇപ്പൊ ഞാൻ വാങ്ങിക്കുന്നില്ല, അളിയനെ കൊണ്ട് തന്നെ വാങ്ങിക്കും. വേറെ ഉണ്ട്, ഒരു 25 സെന്റ് വീതം 50 സെന്റ് രണ്ടാക്കാം. നമുക്ക് രണ്ടാക്കി ഒരു 25 എവിടെ പേരിലും ഒരു 25 അവിടെ പേരിലും എഴുതിക്കാം. കല്യാണമൊക്കെ വരികയല്ലേ. മൊത്തം സ്ഥലം വാങ്ങിച്ചാൽ മതിയോ? വേറെ എന്തൊക്കെ ചെലവുണ്ടോ? എന്നാലും മിച്ചം കിടപ്പില്ലേ പൈസ? ഈ പൈസ ഒക്കെ നമുക്ക് എപ്പോ കിട്ടും? ഈ പൈസ ഒരു 2-3 മാസത്തിനൊക്കെ കിട്ടും. മാസത്തിനൊക്കെ കിട്ടും. 2 മാസമൊക്കെ എടുക്കും. പിന്നെ 75 ലക്ഷത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ്, ഇൻകം ടാക്സും GSTയും KST ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 45 രൂപ എങ്ങനെയാലും കിട്ടും. ബാക്കി അത്രയും പൈസ ബാക്കി സർക്കാർ കൊണ്ടുപോകും. അത്രയും പോവല്ലേ? ലോട്ടറി 75 ലക്ഷം ലോട്ടറി അടിച്ച്. 75 ലക്ഷം രൂപ ലോട്ടറി അടിച്ച്. ആർക്ക്? അളിയന്. അയ്യോ സത്യം, രവിയേട്ടൻ ലോട്ടറി അടിച്ചു. കളിയാക്കണ്ട മണി, ഞാൻ ഇനി ലോട്ടറിയുടെ കാര്യം അളിയ, ഞാനിപ്പോ ജംഗ്ഷനിൽ നിന്ന് വരിക, അവിടെ ചായക്കട ചെന്ന് ഞാൻ ഒന്നുകൂടെ നോക്കിയായിരുന്നു. ആളിയന്റെ തന്നതിന്റെ നമ്പർ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയപ്പോ ഒന്നാം സമ്മാനം 75 ലക്ഷം രൂപ അളിയന്. വിശ്വസിക്കാൻ പറ്റണില്ല. ലോട്ടറി. അയ്യോ സന്തോഷം. പാവം, നമുക്ക് തന്നെ കിട്ടും. അളിയ വിഷമിക്കണ്ട. അല്ല, കാശ് വേറെ ആർക്കും പോത്തൊന്നുമില്ല, നമുക്ക് തന്നെ കിട്ടും. ടാക്സ് ആയിരിക്കും മാമൻ പറഞ്ഞ പോലെ. അയ്യോ, ഇൻകം ടാക്സ്. ഞാനേ ഇവരൊക്കെ വഴക്ക് പറഞ്ഞപ്പോഴേ, എന്താ പറഞ്ഞ? ഒരു വഴക്ക് പറഞ്ഞപ്പോ വഴക്ക് പറഞ്ഞു. ഞാനാ ലോട്ടറി തന്നെ പിന്നെ വലിച്ചു അളിയാ. മോളെ പിങ്കി, മാമന്റെ ബാഗെല്ലാം മേളത്തെ നിലയിലും റൂമിലിരിപ്പുണ്ട്. മോള് ഇന്നിങ് എടുത്തോണ്ട് വാ. ഈ പുളുന്താന്റെ വീട്ടിൽ ഇനി ഞാൻ താമസിക്കത്തില്ല. മക്കളിയല്ലേ,
അതാ നല്ലത്. എന്നാലും എന്റെ രവിയേട്ടാ ഇങ്ങനൊരു അബദ്ധം കാണിച്ചല്ലോ. നീ മിണ്ടരുത്.